അങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ടോപ്പിലെ ഫിന്ന് പോയിൻ്റ് ആയിട്ട് കിടക്കുന്നത് മെയിലാണ്. അതേ കാണിക്കുന്ന ഒരു മെയിലിൻ്റെയാണ്. ഫീമെയിലിനെ നോക്കി, ഇതിൻ്റെ അത്രയും പോയിൻ്റ് ആയിരിക്കില്ല, ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ നീളവും കുറവായിരിക്കും. പോയിൻ്റ് ആയിട്ടുള്ളത് മെയിലും ഓവൽ ഷേപ്പിലുള്ളത് ഫീമെയിലുമാണ്. അതുപോലെ ഇതിൻ്റെ ബെല്ലിലൊരു റെഡ് കളർ കാണും. ഇതിൽ ക്ലിയർ ആവുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു റെഡി ഷെയ്ഡ് കാണും. ഇതാ ബെല്ലി, റെഡി ഷെയ്ഡുള്ളത് ഫീമെയിലാണ്. ഇത് വൈറ്റിലാണെങ്കിൽ റെഡ് കൂടുതലായിട്ട് കാണും. നമ്മുടെ ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഒരു ഫീമെയിലും കൂടെയാണ് ഞാൻ അതിൻ്റെ അടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ചെറുത് ഫീമെയിലാണ്. അതിൻ്റെ വയറിൻ്റെ സൈഡ് കണ്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡ്. സൈഡിൽ നിന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു പാരൻ്റായി കിടക്കുന്നതാണ് ഞാൻ കാണിച്ചാൽ. ഇതിൻ്റെ സൈഡിൽ അമ്മമാർ മുട്ടയിട്ട് 2-3 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ബെല്ല് ചുവന്നിരിക്കുന്നതാണ്ടോ. ഈ ചുവന്ന് കിടക്കുന്നത് ഫീമെയിൽ. അതിൻ്റെ റൗണ്ടായിരിക്കും ടോപ്പിലെ. പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതേസമയം മെയിലിൻ്റെ കൂർത്തതായിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഇതായിരിക്കും. ഇത് ഒരു ഓവൽ ഷേപ്പ്, വാലുമായിട്ട് വലിയ കവറിങ് ഇല്ലാതെ ആണ്. ഇത് ഫീമെയിലാണ്. മെയിൽ തല്ലുണ്ടാക്കാൻ പോയേക്കണം, ഇപ്പോൾ തന്നെ തിരിച്ചു വരും. ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഫീമെയിലിൻ്റെ ഓവലും മെയിലിൻ്റെ നല്ല പോയിൻ്റി ആയിട്ടുള്ളതായിരിക്കും. ഇതാണ് ഇതിൻ്റെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ. മെച്യൂർ ആയതിൽ മാത്രമേ നമുക്ക് ഇതേമാതിരി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു 4-5 എണ്ണം ഒന്നിച്ച് മേടിച്ചിടുക. എന്നിട്ട് പെയർ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പോളാറിൽ എളുപ്പം കണ്ടുപിടിക്കാനുള്ള വഴി. നമ്മുടെ ഫീമെയിൽ എഗ്ഗ് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മെയിലും വരും. ഇവർ രണ്ടുപേരുമാണ് ഒന്നിച്ച് പാരൻറ്റിങ് നോക്കുന്നത്. ഇവർ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടേ നടക്കും. നമ്മുടെ ചെറുക്കൻ മീനെ പിടിക്കാൻ കയറി പോണതാണ്. ഇത് തന്നെയാണ് പണി, കയറി പോണതാണ് മീനിൻ്റെ പിറകെ. ഇങ്ങോട്ട് ഇറങ്ങിപ്പോര്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് പോളാറിൻ്റെ പേര് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. റെഡ് ബെല്ലി പിന്നെ ഫിന്നും നോക്കിയാണ് നമുക്ക് എളുപ്പം മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ അവൻ പിന്നെയും തുടങ്ങി മീനിനെ പിറകെ പോകാൻ.